സ്വന്തം സഹപാഠി മരിച്ചിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ മറ്റൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരു അധ്യാപനും ഒരു അധ്യാപികയ്ക്കോ പോലും തങ്ങളുടെ ഒരു വിദ്യാർത്ഥി മരിച്ച ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിനെയാണ് അംബേദ്കർ വളരെ കാലങ്ങൾക്ക് മുമ്പ് കാസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി കൊണ്ട് ഒരു മാനസികാവസ്ഥയാണ്, ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അംബേദ്കർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, മനുഷ്യർ തമ്മിലുള്ള കമ്പാഷൻ പോലും ഇല്ലാതാവുക ജാതി കടന്നു വരുമ്പോഴാണെന്നുള്ളതാണ്. ഇവിടെയാണ് രോഹിത് വെമുല കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു വാക്യം വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത്, മൈ ബർത്ത് ഈസ് മൈ ഫേറ്റൽ ആക്സിഡന്റ് എന്നുള്ളത്. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ 3:35 ഈ വിദ്യാർത്ഥി മരിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് 6 മണിക്കാണ്. ഒരു ഫോൺ കോളിനപ്പുറത്ത് പോലീസ് സംവിധാനങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ 6 മണി വരെ എന്തിനാണ് കാത്തു നിൽക്കേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കണ്ണൂര് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണത്തിൽ കേരളമാകെ പ്രതിഷേധമുയരുകയാണ്. ഒരു ദളിത് വിദ്യാർത്ഥി വീണ്ടും കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിന് കാരണമായിട്ട് അതിൻ്റെ ഇന്നിപ്പോൾ വിദ്യാർത്ഥി സംഘടനകളും SFIയും KSUയും തുടർന്ന് CPM സംഘടനകളും വനിതാ സംഘടനകളുമൊക്കെ കഠിനമായ പ്രതിഷേധം നടത്തുന്നു. പോലീസ് ഇവരെയൊക്കെ ആട്ടി ഓടിക്കുന്നു. പക്ഷേ ദുരൂഹമായ മരണത്തിന് എന്താണ് പ്രതിവിധി? ആരാണ് ഇതിന് ഉത്തരം പറയുക? ഈ പ്രതിഷേധങ്ങളും സമരങ്ങളുമൊക്കെ കേവലം 2-4 ദിവസത്തിനകം കെട്ടടങ്ങും, പ്രതികൾ രക്ഷപ്പെട്ടു പോകും. കൂടെ പഠിക്കുന്ന സഹപാഠികളായ വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട്. അവർ പച്ചയായി തന്നെ പറയുന്നു, ഈ നിതിൻ രാജിനെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന മേധാവിയായ MK റാമും സംഗീത നമ്പ്യാരും ചേർന്ന് അവനെ നിർദ്ദയമായി നിരന്തരമായി പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നുവെന്ന സത്യം അവർ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇത് ഒരു കോളേജിൻ്റെയോ അല്ലെങ്കിൽ ഒരു സർവകലാശാലയുടെയോ ഒരു സ്കൂളിൻ്റെ അനുഭവമല്ല. മിക്കയിടങ്ങളിലും വിദ്യാർത്ഥികളായ ദളിത് വിദ്യാർത്ഥികളെ എവിടെയും അധ്യാപകർ പീഡിപ്പിക്കുന്നതും ജാതി അധിക്ഷേപം നടത്തുന്നതും വിവേചനം കാണിക്കുന്നതും നിരന്തരമായി നമ്മൾ വാർത്തകളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ, ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്, ജാതി നശിക്കാതെ ജാതി വിവേചനം ഇവിടെ നശിക്കില്ല. ഈ ജാതി ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹം നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയ ആളാണ്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി 79 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ജാതി ഇവിടെ പ്രബലമായി നിൽക്കുന്നു. അതിന് ഒരു ചെറിയ ഉദാഹരണം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് കലാമണ്ഡലം സത്യഭാമ കലാഭവൻ മണിയുടെ സഹോദരൻ രമയുടെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, രവിയെ മറ്റോ വിളിച്ച് പറഞ്ഞത്, പെറ്റ തള്ളയ്ക്ക് പോലും ഇവനെ കണ്ടാൽ സഹിക്കുകയില്ല, അറപ്പ് തോന്നുമെന്നാണ്. കാരണം അവൻ്റെ നിറം കറുത്തതാണെന്ന്. രാമകൃഷ്ണനെ പരിഹസിച്ചത്. അതിനവർ കോടതി കയറി കേസുമായിട്ട് നടക്കുന്നുണ്ട്. കേസിൽ അവർ ശിക്ഷിക്കപ്പെടുകയോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. പക്ഷേ ഒരു മനുഷ്യനും ഇവിടെ നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ അധ്യാപകരായ സംസ്കാര സമ്പന്നരായ അധ്യാപകരും അതുപോലെയുള്ള ഉന്നത വ്യക്തികളും തുനിഞ്ഞിറങ്ങുക എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ അബോധതലങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ജാതി സ്പർദ്ധ ഈ മതേതര കേരളത്തിൽ, സാക്ഷര കേരളത്തിൽ, സംസ്കാര സമ്പന്നമായ കേരളത്തിൽ ഇന്നും അത് കൊടികുത്തി വാഴുന്നു എന്നുള്ളത് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ്. നിർധനനായ കുടുംബത്തിലെ ആ പയ്യൻ, അവൻ പഠിച്ചൊരു ജോലി വാങ്ങി ഒരു ഡോക്ടറായി അവൻ്റെ അച്ഛനെയും അമ്മയും സംരക്ഷിക്കണമെന്നുള്ള വ്യഗ്രതയോട്, ആകാംക്ഷയോടെ, ആഗ്രഹത്തോടെ അവൻ ആ കോളേജിൽ പഠിക്കുമ്പോൾ അവനെ നിരന്തരമായി ആക്ഷേപിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത് ഒടുവിൽ അവനെ കൊന്നതാണോ അതോ ആത്മഹത്യ ചെയ്തതാണോ എന്ന് വ്യക്തമായ തെളിവ് പോലുമില്ല. കാരണം അവൻ്റെ അമ്മയും സഹോദരിയും പറയുന്നു, അവൻ വെള്ളിയാഴ്ച നാളിൽ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരാൻ ടിക്കറ്റിൽ ബുക്ക് ചെയ്തവനാണ്. അവനെങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്നാണ് അവർ ചോദിക്കുന്നത്. മാത്രമല്ല, ദന്തൽ കോളേജിൽ പഠിക്കുന്നവൻ മെഡിക്കൽ കോളേജിൽ നിന്നെങ്ങനെ നിരത്തേക്ക് ചാടും? ഇതിനകത്തൊക്കെ ദുരൂഹതയുണ്ട്.
ഈ ദുരൂഹതകളൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവന്ന് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമോ എന്ന് നമ്മൾ ചോദിച്ചാൽ ഒരിക്കലും അതിനൊരു സാധ്യതയുമില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇന്ത്യ രാജ്യത്ത്, കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെ നിന്ന് പരിശോധിച്ചാലും ഇത് തന്നെയാണ് സ്ഥിതി. ഒരു പക്ഷേ 1-2% കേസുകൾ ശിക്ഷിക്കപ്പെട്ടേക്കാം. ഇവിടെ പല പല കേസുകളും, രോഹിത് വെമുലയുടെ കേസ് അടക്കം എത്രയോ കേസുകൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നു, പ്രതികൾ രക്ഷപ്പെടാതെ പോകുന്നു. ഈ MK റാമും ഈ മറ്റേ ടീച്ചറും അവർ രണ്ടുപേരും ഇന്ന് ഒളിവിലാണ്. അവരെ പിടിക്കപ്പെടുകയോ പിടിക്കപ്പെടാതിരിക്കുകയോ ഒരുപക്ഷെ സ്റ്റേഷൻ ജാമ്യത്തിൽ പോലും അവർ പുറത്തേക്ക് വരും, ജയിലിൽ കിടക്കുക പോലുമില്ല. അതാണ് നമ്മുടെ നിയമസംഹിതയുടെ പഴുതുകൾ. അതുപയോഗിക്കാൻ നന്നായി നമ്മുടെ പോലീസിനറിയാം, കോടതികൾക്കും അറിയാം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ സംഗീത നമ്പ്യാർക്ക് ശരീരത്തിന് ഇത്തിരി വെളുത്ത തൊലിയുള്ളതുകൊണ്ട് MK റാമിനും വെളുത്ത തൊലിയുള്ളതുകൊണ്ട് കറുത്ത തൊലിയുള്ളവരെ കണ്ടുകൂടാ. ഇത്രയും അസൂയയും അതുപോലെ തന്നെ അധിക്ഷേപകരവുമായി പെരുമാറുന്ന അധ്യാപകർ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണോ? ഇത്തരക്കാരെ അധ്യാപകരായി തുടരാൻ അനുവദിക്കണോ? തുടരാൻ അനുവദിക്കുന്ന മാത്രമല്ല, ആ കുടുംബത്തിൻ്റെ സകല പ്രതീക്ഷകളും, അച്ഛൻ്റെ അമ്മയുടെയും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. അവർക്ക് വേണ്ടി ആരുണ്ട് ഒരു നീതിക്ക് വേണ്ടി രംഗത്ത് വരാൻ? എല്ലാ സംഘടനകളുടെയും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നിമിഷങ്ങൾ കൊണ്ട് അവസാനിക്കും. അതിനുശേഷം ആ കുടുംബം നീതിക്ക് വേണ്ടി നിയമസംഹിതയ്ക്ക് മുന്നിൽ പോലീസ് സ്റ്റേഷനിലും കോടതികളിലും കയറി ഇറങ്ങി തളർന്നു വീണ് മരിക്കുമെന്നല്ലാതെ ഈ കേരളത്തിൽ അവർക്ക് നീതി ലഭിക്കുമോ? നീതി നൽകാൻ വിധം ഒരു ഭരണ സംവിധാനമോ ഒരു നീതി സംവിധാനമോ നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തുമുണ്ടോ എന്ന ചോദ്യം ഈ ആവർത്തിച്ചുന്നയിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.